Hello dear students. ഇന്ന് നമ്മൾ നമ്മുടെ +2 സിലബസിലെ ഫസ്റ്റ് ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആസ് വി ഓൾ നോ റിഗാർഡിംഗ് ആൻജിയോസ്പേംസ് അല്ലെ, നിങ്ങൾ ആൻജിയോസ്പേംസ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. സോ ആൻജിയോസ്പേംസ് ദേ ഷോ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ദെൻ ആൻജിയോസ്പേംസിൽ ആരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സൈറ്റ്സ് എന്ന് പറയുന്ന ഫ്ലവേഴ്സാണ്. സോ ഫ്ലവേഴ്സ് ആർ ദ ഓർഗാൻസ് ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ നമ്മളൊരു ഫ്ലവറിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ നമ്മൾ മോർഫോളജിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ദർ ആർ 4 ഫ്ലോറൽ വോൾസ് അല്ലേ. ഏതൊക്കെയായിരുന്നു 4 ഫ്ലോറൽ വോൾസ്? ഫസ്റ്റ് വൺ calyx, then second one corolla, third andrecium, and fourth one gynoecium. സോ ഇത് 4 ഫ്ലോറൽ വോൾസ് എന്ന് പറയുന്നത് ഒരു ഫ്ലവറിൻ്റെ. സോ ഇവിടെ നിങ്ങൾക്കറിയാം കാലിക്സ് ആൻഡ് കൊറോള ദീസ് ആർ നോൺ റീപ്രൊഡക്റ്റീവ് പാർട്സ്. ഇവർക്ക് ഫ്ലവറിൻ്റെ റീപ്രൊഡക്ഷനിൽ റോളൊന്നും ഇല്ല. ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം അല്ലേ. സോ ആൻഡ്രീഷ്യം ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആൻഡ് ഗൈനീഷ്യം ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. സോ ഇവർക്ക് രണ്ടുപേർക്കുമാണ് എന്തുള്ളത്? ഫ്ലവറിൻ്റെ റീപ്രൊഡക്ഷനിൽ റോളുള്ളത്. നമ്മൾ ഇവരെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നോക്കാൻ പോകുന്നത്. സോ കാലിക്സ് കൊറോള നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച അത്രയേ ഉള്ളൂ. സെക്കൻഡ് ഇയറിൽ കാര്യമായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ആദ്യം നമുക്ക് ആൻഡ്രീഷ്യത്തിലേക്ക് വരാം. So as we have already discussed, andrecium is the which reproductive part, male or female? Yes, andrecium is the male reproductive part of a flower. So andreciathile units ആണ് ആര്? stamen. So here you can see the structure of stamen അല്ലേ. അപ്പോൾ stamen നോക്കിക്കഴിഞ്ഞാൽ ദാ സ്റ്റേമനിൽ ഈ കാണുന്ന പാർട്ടാണ് anther. Okay, this bilobed structure, here you can see 2 lobes. ഈ 2 ലോബ്സിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. സോ ദിസ് സ്ട്രക്ചർ ഓർ ദിസ് ബൈലോബ്ഡ് സ്ട്രക്ചർ ഈസ് ആന്തർ ആൻഡ് ദ ഫോർമേഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ആന്തർ. ഓക്കെ, ദെൻ ദിസ് ലോങ് പാർട്ട് ഇറ്റ് ഈസ് കോൾഡ് ഫിലമെൻറ്റ്. സോ we can say that a stamen consists of 2 parts, anther and filament. Okay, so filament is the long slender stalk. നമ്മുടെ NCERT പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് കേട്ടോ, നീറ്റിനൊക്കെ ഓർത്തിരിക്കുക. ഇറ്റ്സ് പ്രോക്സിമൽ എൻഡ് ഈസ് അറ്റാച്ച് ടു ദ തലാമസ് ഓർ പെറ്റൽ ഓഫ് ദ ഫ്ലവർ. അപ്പോൾ നമ്മുടെ സ്റ്റേമൻ്റെ ഫിലമെൻ്റ് ഉണ്ടല്ലോ, ഫിലമെൻറ്റിൻ്റെ പ്രോക്സിമൽ എൻഡ് ഈ ഒരു ഭാഗം ഒന്നെങ്ങോട്ടാ ഒരെന്ത് അറ്റാച്ച് ചെയ്തേ, ഡിസ്റ്റലെൻ്റ് എങ്ങോട്ടാ അറ്റാച്ച് ചെയ്തേക്കുന്നത്? ആന്തറിലേക്ക് അല്ലേ. ഈ ഒരു പോർഷൻ പ്രോക്സിമൽ എൻഡ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ഐദർ ടു ദ തലാമസ് ഓഫ് ദ ഫ്ലവർ ഓർ ടു ദ പെറ്റൽ ഓഫ് ദ ഫ്ലവർ. ഓക്കെ, ഇനി ആന്തറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആന്തർ എങ്ങനെയാണ്? ബൈലോബ്ഡ് ആണ്. ആൻഡ് ഈച്ച് ലോബ് ഹാസ് 2 തീക്ക. നമ്മൾ ആന്തർ നോക്കിക്കഴിഞ്ഞാൽ ദാ ഇങ്ങനെ ബൈലോബ്ഡ് ആണ്. ഓക്കെ, 2 ലോബ്സ് ഉണ്ട്. ഓരോ ലോബിലും എന്തുണ്ട്? 2 തീക്കയുണ്ട്. തീക്ക മീൻസ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ പോലെയാണ് കേട്ടോ. തീക്ക ചേംബർ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ് തീക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓരോ ലോബിലും 2 തീക്കയുണ്ട്. സോ നമ്മൾ എന്ത് പറയും? ആന്തർ ഈസ് ഡൈതീക്കസ് ബിക്കോസ് ഈച്ച് ലോബ് ഓഫ് ആന്തർ ഹാസ് 2 തീക്ക. ദെൻ ആന്തറിൻ്റെ സ്ട്രക്ചർ നോക്കുക. ഇതാണ് ആന്തറിൻ്റെ സ്ട്രക്ചർ. നമ്മളിത് ഏകദേശം ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് സ്ട്രക്ചർ നമുക്ക് പറയാം കേട്ടോ. നിങ്ങൾ സെക്ഷനൊക്കെ എടുക്കുമ്പോൾ ആന്തറിൻ്റെ സെക്ഷനൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് സ്ട്രക്ചറായിട്ടാണ് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഓരോ ലോബാണ്. ഇതൊരു ലോബ്, ഇതടുത്ത ലോബ്. ഓരോ ലോബിലും എന്തുണ്ട്? 2 തീക്ക ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ദെൻ ഓരോ തീക്കയുടെ ഉള്ളിലും ഇങ്ങനൊരു സ്ട്രക്ചർ ഉണ്ട്. ആൻഡ് this structure is called Microsporangia. So you have to remember that each lobe of an anther has how many microsporangia? ഒരു ലോബിൽ എത്ര എണ്ണം ഉണ്ട്? 2 microsporangia ഉണ്ട് അല്ലേ. Each lobe has 2 microsporangia. So in total how many microsporangia will be present in an anther? ഒരു ആന്തറിൽ ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ എത്ര മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്? 4 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്. Okay, so we can say that an anther is tetrasporangiate. So what do you mean by tetrasporangiate? Tetrasporangiate means 4 microsporangia will be present.
Okay, so you can see here anther is tetragonal in structure and 4 microsporangia are located at the corners in each lobe, and these microsporangia develops to pollen sacs. So these microsporangia later forms pollen sacs inside which pollen grains will be formed. ഈ microsporangia ആണ് എന്താവുക, pollen grains ആവുക. pollen grainൻ്റെ ഉള്ളിലാണ് ആദ്യമുണ്ടാവുക, microsporangia ആണ് എന്താവുക, pollen sac ആവുക. pollen sac-ൻ്റെ ഉള്ളിൽ ആദ്യമുണ്ടാവും pollen grain ഉണ്ടാവും. pollen grain-ൽ നിന്നാണ് ആര് ഫോം ചെയ്യുന്നത്, male gamete will be formed. Okay, so next one is the structure of microsporangium. This very important question, okay, for your board exam, and also questions for last year NEET also a question was there from this part. So structure of microsporangium. So there are 4 wall layers which surround. This is the structure of microsporangium. Anther. We have discussed that anther is bilobed and it has a structure somewhat similar to that of a butterfly. So this structure is surrounded by 4 walls. അതായത് നമ്മൾ ഈ ഒരൊറ്റ മൈക്രോസ്പൊറാഞ്ചിയം മാത്രം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത്രയും പോർഷൻ കൺസിഡർ ചെയ്യാം. ഇതാണ് മൈക്രോസ്പൊറാഞ്ചിയം. സോ കൺസിഡർ 1 microsporangium and we can say that each microsporangium is surrounded by 4 wall layers. So here you can see this is the structure. So first layer is called epidermis. Okay, first layer is epidermis. So what is the name of the first layer? Epidermis. First layer epidermis. Then second layer is called endothecium. Endothecium. Then next 2 layers you can see here in greenish color. They are called middle layers. And the innermost layer, so this innermost layer is called tapetum. Tapetum. Okay, so in simple we can say the first 3 layers, that is epidermis, endothecium and middle layers, they are involved in protection. Okay, in most cases the outermost layer will be involved in protection, right? And also one more function is there, dehiscence of anther. Dehiscence means when the pollen grains inside the anther matures, the wall of anther breaks, and this is called a dehiscence for the release of pollen grains from inside. Okay, so for dehiscence of anther and protection 3 layers are involved, and they are epidermis, endothecium and middle layers. Then so what will be the function of tapetum? Tapetum is nutritive in function. Nutrition provide ചെയ്യുന്ന ആളാണ്, nourishment provide ചെയ്യുന്ന layer ആണ് tapetum. Okay, so the first 3 layers give protection and helps in dehiscence of anther. Dehiscence of anther എന്താണെന്ന് നമ്മൾ പറഞ്ഞു, anther റിലീസ് ചെയ്യുക, ആന്തറല്ല പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുക. ആന്തറിൻ്റെ വാൾസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡെഹിസൻസ് ഓഫ് ആന്തർ. ആ ഡെഹിസൻസിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരൊക്കെയാണ്? നമ്മുടെ 3 layers ആണ്, എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം ആൻഡ് മിഡിൽ ലെയർ. ആൻഡ് ടപ്പീറ്റം ഹെൽപ്സ് ടു പ്രൊവൈഡ് നറിഷ്മെൻറ്റ്. ഓക്കെ,